ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല 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 കുന്ദ മാധവ മുരളീധരേ നാരായണ ഗോപാല കുന്ദ മാധവ മുരളീധരേ നാരായണ ഗോപാല ചന്ദ്രചന്ദ്ര പീതാംബരധാരി നാരായണ ഗോപാല ചന്ദ്രചന്ദ്ര പീതാംബരധാരി നാരായണ ഗോപാല നാരായണ ഗോപാല ശ്രീഹരി നാരായണ ഗോപാല നാരായണ ഗോപാല ശ്രീഹരി നാരായണ ഗോപാല ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല കുന്ദ മാധവ മുരളീധരേ നാരായണ ഗോപാല കുന്ദ മാധവ മുരളീധരേ ഭക്തവത്സല ഭാഗവത പ്രിയ നാരായണ ഗോപാല ഭക്തവത്സല ഭാഗവത പ്രിയ നാരായണ ഗോപാല നാരായണ ഗോപാല ശ്രീഹരി നാരായണ ഗോപാല നാരായണ ഗോപാല ശ്രീഹരി നാരായണ ഗോപാല ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാല കുന്ദ മാധവ മുരളീധരേ നാരായണ ഗോപാല കുന്ദ മാധവ മുരളീധരേ നാരായണ ഗോപാല സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പൃഥ്വിമഹാരാജാവിൻ്റെ ചരിത്രം സമർപ്പിച്ച ശേഷം പൃഥുവിൻ്റെ പരമ്പരയിൽ പ്രാചീന ബർഹീസ് എന്ന പേരുള്ള മഹാത്മാ ഒരു രാജാവ്, അദ്ദേഹം പ്രാചീനാഗ്നി കുശീരാശി ആസ്തൃതം വസുധാകുലം, കിഴക്ക് നോക്കി ദർഭം വിരിച്ച് അതിലിരുന്ന് യാഗം ചെയ്ത് അതുകൊണ്ട് എന്തായി അദ്ദേഹത്തിന് പ്രാചീന ബർഹീസ് എന്ന് പേരുള്ള കാരണം. ഇയാൾ കിഴക്ക് നോക്കി ദർഭപ്പുല്ല് വിരിച്ചിട്ട് എടുത്ത് മേലെ ഇട്ടാൽ ഭൂമി മുഴുവൻ പന്തലിടാം. ആസ്തൃതം വസുധാതലം. പക്ഷേ കർമ്മം മാത്രം ചെയ്തിട്ടില്ലേ, ക്രിയാകാണ്ഡേഷു നിഷ്ണാത യോഗേഷു ച, കുറച്ച് യോഗം അഭ്യസിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് യോഗം ഉണ്ടെങ്കിൽ അത് ഇരിക്കാൻ പറ്റണ്ടേ യാഗത്തിന്, അതിന് കുറച്ച് യോഗം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ശതദ്രുതി എന്ന പേരുള്ള പെൺകുട്ടി, നല്ല പെൺകുട്ടിയാണ്, നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ്. ഈ ശതദ്രുതിയെ നോക്കിയിട്ട് അഗ്നി ഭഗവാൻ പോലും കാമിച്ചു. ചകമേ അഗ്നി സുഖീനിവ എന്നാണ് പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി, ആ സ്ത്രീയിൽ നിന്നും ഈ രാജാവിന് 10 കുട്ടികളുണ്ടായി. 10 പേരും ഒരേപോലെയായിരുന്നു. 10 പേരും ഒരേപോലെ ആയപ്പോൾ 10 പേർക്കും ഒരേ പേര് തന്നെ ഇട്ടു, പ്രചേതസ് എന്നാണ് പേര്. പ്രചേതസോ നാമ സുചേതസസ്സുതാണ്. അതിൻ്റെ വ്യാഖ്യാനം നന്നായിട്ട് പറയുന്നു ഭട്ടത്രി. പ്രകൃഷ്ടമായ ചേത, ഉത്തമമായ മനസ്സുള്ളവരാണ് പ്രചേതസ്, അതാണ് സുചേതസ്. പ്രചേതസോ നാമ സുചേതസസ്സുതാണ്. അജീജനത്വത് കരുണാപുരാണിവ. ഗുരുവായൂരപ്പൻ്റെ കരുണ പോലെയാണ് ഈ 10 കുട്ടികൾ, ചെറിയ കുട്ടികൾ. ഈ 10 പേരോടും തപസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, പണ്ടൊക്കെ പിത്രാദിഷ്ട പ്രജാസർഗേ, സൃഷ്ടി ചെയ്യണമെങ്കിൽ അതിന് ആദ്യം തപസ് ചെയ്യണം. അതിനുവേണ്ടി തപസ്സിന് പുറപ്പെട്ടു ഈ 10 പേരും. ഇതിലൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 10 പേരുടെ പേര് മാത്രം ഒരേപോലെ അല്ലേ, 10 പേരും അന്യോന്യം കൂടുതലാണ്. തുല്യനാമോ വ്രതാ സർവേ ധർമ്മസ്നാത പ്രചേതസ. ഈ 10 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ മതി, ബാക്കി 9 കുട്ടികളുടെ വിശപ്പ് മാറും. ഒരു കുട്ടിയെ നന്നായിട്ട് ഉറക്കിയാൽ മതി, ബാക്കി 9 കുട്ടികൾക്കും ഉറക്കത്തിൻ്റെ ഫലം കിട്ടും.
അങ്ങനെയാണോ? ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ജനിച്ചാൽ നന്നായി. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, ഒരു കുട്ടിയെ ഉറക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാവുന്നു. ഈ കുട്ടികളെ പോലെ ആയാൽ നമുക്കോ സൗകര്യമായി. അങ്ങനെയല്ല, ഈ 10 പേരും ഒരേപോലെയാണ്. പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ തപസ് ചെയ്യാൻ പോകുമ്പോൾ 10 പേരും ഒരുമിച്ച് ചെന്നു. ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു? സാധാരണ ലൗകിക കാര്യങ്ങളിൽ ഒരാൾ പോയാൽ മതി. ഒരു വീട്ടിൽ കല്യാണം അന്വേഷിക്കാനോ, ആരെങ്കിലും മരിച്ചു അത് അന്വേഷിക്കാൻ വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ മതി. പക്ഷേ ഭാഗവതപരമായ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ കുടുംബസമേതം പോകണം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒരാൾ ഉറങ്ങിയാൽ മതി, ഒരാൾ ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ ഒരാൾ പോയാൽ മതിയായിരുന്നു. ഒരു കുട്ടി പോയി ഭഗവാനെ കണ്ട് വരം മേടിച്ചാൽ മതി, ബാക്കി 9 പേർക്ക് കിട്ടില്ലേ? പോറാം. അതിനുവേണ്ടി 10 പേർ ഒരുമിച്ച് ചെന്നു. നമ്മളെന്ത് ചെയ്യുന്നു? കല്യാണത്തിന് പോകുമ്പോൾ കുടുംബസമേതം അങ്ങോട്ട് പോകുന്നു. സപ്താഹത്തിനോ വീട്ടിൽ ചെവി കേൾക്കാൻ പറ്റാതെ മുത്തശ്ശിമാർ പറഞ്ഞു അവിടെ പോയി നിന്നോളൂ. അങ്ങനെ ആവരുത്. എല്ലാവരും ഒരുമിച്ച് വീണു നോടി ഇവിടെ കാണിക്കുന്നു. അങ്ങനെ ഈ 10 പേരും ഗുരുവായൂർ എത്തിയപ്പോൾ അവിടെ മമ്മയൂരപ്പൻ്റെ ആ കുളമുണ്ടല്ലോ, ഗുരുവായൂർ കുളം, ആ കുളത്തിൽ ഗുരുവായൂരപ്പൻ പിന്നെ വന്ന ആളാണ്, മമ്മയൂരപ്പൻ്റെ സ്ഥലമാണത്. ആ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ സമുദ്രമുപ വിസ്തീർണമവസ്യം സുമഹത്സര മഹന്മണ ഇവ സ്വച്ഛം പ്രസന്ന സലിലാശയം. ഈ കുളത്തിൻ്റെ പേരുന്ന് പിന്നെ വർണ്ണിക്കുന്നുണ്ട്. എവിടെ? 6ാമത്തെ സ്കന്ധത്തിൽ. ഇതിൻ്റെ പേരാണ് നാരായണ സരസ്. തത്ര നാരായണ സരഹ തീർത്ഥം. ഈ ലോകത്തിൽ എത്ര വിഷ്ണു ക്ഷേത്രമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് എത്ര കുളങ്ങളുണ്ട്. എല്ലാ കുളത്തിനും നാരായണ സരസ് പേര് കിട്ടിയിട്ടില്ലേ? ഈ കുളത്തിന് മാത്രം നാരായണ സരസ് പേര് വരാൻ എന്താ കാരണം? ആ ഗുരുവായൂർ കുളത്തിൽ മുങ്ങിയാൽ മതി, എല്ലാവർക്കും നാരായണ ജപിക്കാൻ തോന്നിപ്പോയി. നാരായണനിൽ ഭക്തി ഉണ്ടാക്കുന്ന ഒരു പുണ്യതീർത്ഥമാണ്. അതുകൊണ്ടാണ് ഭട്ടത്തിരി പറയുന്നത് തഥാഭവത് തീർത്ഥം ഇതം സമാഗതാഹ. ഇവിടെയല്ലേ വന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ശരി പറഞ്ഞു ഭഗവാൻ ഗുരുവായൂരപ്പനും. അവിടെ എത്തിയപ്പോഴാണ് ആ കുളത്തിൻ്റെ ഉള്ളിൽ നിന്നും നാമജപം കേട്ടു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ നല്ല മൃദംഗ ശബ്ദം, മൃദംഗ പണവാദ്യനു പത്ര ഗാന്ധർവമാകർണ്യ, നല്ല സംഗീത നാമജപമൊക്കെ കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു നോക്കുന്നു. കാരണം കുളത്തിൻ്റെ ഉള്ളിലാണ്. നമ്മൾ കുളത്തിൻ്റെ പുറത്തായി ചിലപ്പോൾ നമ്മൾ നാമം ജപിക്കും, ഉള്ളിൽ മുങ്ങി ജപിക്കാറുള്ളല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കുളത്തിൻ്റെ ഉള്ളിൽ നിന്നും മഹാദേവൻ പുറപ്പെട്ടു വരണം, മമ്മയൂരപ്പൻ. അങ്ങനെ ചില ദിവ്യശക്തി ഋഷീശ്വരന്മാർക്കുണ്ട്. അങ്ങനെ പുറപ്പെട്ടു വന്നു. മമ്മയൂരപ്പനെ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി. മമ്മയൂരപ്പനെ നോക്കി അവർ പേടിച്ച് മാറി നിൽക്കുമ്പോഴാണ് മമ്മയൂരപ്പൻ അങ്ങനെ വിളിച്ചു. കൈയടിച്ച് വിളിച്ചപ്പോൾ അവർക്ക് സംശയം, നമ്മളെയാണോ വേറെ ആളെയാണോ മാറി നോക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെയാണ് ഞാൻ വിളിച്ചു, നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് അത്ഭുതം. കുമ്പിടം പോണ ദൈവം കുറുക്ക വന്നത് നമ്മൾ തമിഴിൽ ഒരു പഴങ്കല്ലുമുണ്ട്. ഒരു ദൈവത്തെ കുമ്പിടാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആ ദൈവം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണോ അതുപോലെയായി. അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ മമ്മയൂരപ്പനെ കണ്ടപ്പോൾ അവരോട് മഹാദേവൻ പറഞ്ഞു, അഥ ഭാഗവതായൂയം യൂയം വേദിഷിത പുത്രാഹ വിദിതം വസ്തികീർഷിതം. നിങ്ങൾ വേദിശത്തിന് വേറെ പേര് കൂടിയുണ്ട്. പ്രത്യേകിച്ച് അച്ഛന് വേദിയിൽ ഇരുന്നത് കൊണ്ട്, യാഗവേദിയിൽ ഇരുന്നത് കൊണ്ടാണ്. അപ്പോൾ വേദിശക്തി പുത്രന്മാരല്ലേ നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ദർശനം കൊടുത്തു. നിങ്ങൾ സ്വധർമ്മനിഷ്ഠനായി ആരാണ് 100 ജന്മം സ്വധർമ്മനിഷ്ഠ ശതജന്മവിൽ പുമാൻ 100 ജന്മം സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അവർക്ക് ബ്രഹ്മാവിൻ്റെ സ്ഥാനം കിട്ടും, ബ്രഹ്മലോകം. അവിടെ കുറച്ചു കാലം തപസ് ചെയ്താൽ പിന്നെ എൻ്റെ അടുത്ത് വരും. അവ്യാകൃതം തതപ്പരം ഹി മാം അവ്യാകൃതം ഭാഗവതോത വൈഷ്ണവം പദം. അറിയാത്ത ഒരു സ്ഥാനമാണ് വിഷ്ണുപദം, ഗുരുവായൂരപ്പൻ്റെ ചരണം. അതുകൊണ്ട് നിങ്ങൾ ആ ഗുരുവായൂരപ്പൻ്റെ ചരണം
സേവിക്കണമെങ്കിൽ എങ്ങനെ സേവിക്കണം, ആ ഗുരുവായൂരപ്പനെ എങ്ങനെ ഭജിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ രുദ്രൻ പറഞ്ഞത് കൊണ്ടാണ് രുദ്രഗീതം എന്ന് മഹാത്മാക്കൾ പറയുന്നു. ഇത് എല്ലാ മംഗളവും കൊടുക്കേണ്ടതാണ്. ഇത് രാവിലെ കഴിഞ്ഞിട്ട് ആരൊക്കെ ചൊല്ലുന്നുവോ അവർക്ക് എന്ത് ചിന്തിച്ചാൽ ഗുരുവായൂരപ്പൻ്റെയാണ് കൊണ്ടുകൊണ്ട് അത് കിട്ടും. ഇത് പല സ്ഥിതി മുമ്പിലും പറയുന്നുണ്ട്, പിന്നിലും പറയുന്നുണ്ട്. ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരഞ്ചാപി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നു. ജിതന്ത ആത്മവിദ്ധുയസ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാബ്ധം സർവസ്മൈ ആത്മനേ നമഃ. ജിതന്തേ ഋഗ്വേദത്തിൻ്റെ ഒരു മന്ത്രമുണ്ട്. ജിതന്തേ പുണ്ടരീകാക്ഷ നമസ്തേ പുരുഷോത്തമ. ഋഗ്വേദത്തിൻ്റെ കിലഭാഗത്തിലാണ് പറയുന്നത്. അങ്ങനെ വേദത്തിൻ്റെ സാരമായതുകൊണ്ട് ഇവിടെയും ജിതന്തേ എന്ന് തുടങ്ങുന്നു. ഭഗവാനുക്ക് ജയം. ഗുരുവായൂരപ്പന് എന്തുകൊണ്ട് ജയം പറയണം? ഗുരുവായൂരപ്പൻ അസുരന്മാർ വധിച്ചില്ലേ, രാവണൻ, അതേപോലെ കംസൻ, അതേപോലെ ഹിരണ്യകശിപു, അങ്ങനെ പല അസുരന്മാരെ വധിച്ചത് കൊണ്ട് ജിതം പറയണോ, ഗുരുവായൂരപ്പനക്ക് ജയ് പറയണോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല. കാരണം അത് ദേവന്മാർ പറഞ്ഞോട്ടെ, അസുരന്മാർ വധിച്ചത് കൊണ്ട്. നമുക്ക് ഗുരുവായൂരപ്പനക്ക് നമുക്ക് പറയേണ്ട കാരണം നമുക്കും ഗുരുവായൂരപ്പനക്കും ഒരു ഓട്ടപ്പന്തയം. പുറത്തുള്ള സൗണ്ട് കമ്മിയാക്കി ഇവിടുത്തെ സൗണ്ട് ശരിയാക്കിക്കോളും. അവിടെ മൈക്കിൻ്റെ ആളാണ്, ഇടയ്ക്കിടയ്ക്ക് ഏതോ ചെയ്യുന്നുണ്ട്, മര്യാദയ്ക്ക് വെച്ചാൽ മതിയായിരുന്നു. പുറത്തുള്ള സൗണ്ട് കുറയ്ക്കൂ, ഇവിടെ സ്റ്റേജിൻ്റെ സൗണ്ട് വയ്ക്കൂ. ഹരേ രാമ ഹരേ രാമ. ഓക്കെ, ഇന്നും ഒന്നും ചെയ്യണ്ട, അവിടെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഗുരുവായൂരപ്പനോട് ജയം പറയാൻ കാരണം ഇവിടെ പറയുന്നു. മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുമ്പോൾ ഗുരുവായൂരപ്പനക്കും നമുക്കും ഒരു ഓട്ടപ്പന്തയം തുടങ്ങിയതാണ്. ഓട്ടപ്പന്തയം പറഞ്ഞാൽ രണ്ട് കുട്ടികൾ ഓടുന്നു. ഒരു കുട്ടി മുമ്പിൽ ഓടുന്നു, പിറകിൽ വേറൊരു കുട്ടി. പിന്നിൽ വരുന്ന കുട്ടി അയാളെ പിടിച്ചാൽ പിന്നിൽ വന്ന കുട്ടിക്ക് ജയം. പിടിപെടാതെ ഓടി രക്ഷപ്പെട്ടാൽ മുമ്പിൽ ഓടുന്ന കുട്ടിക്ക് ജയം. ഇപ്പോൾ ഗുരുവായൂരപ്പനക്ക് നമുക്ക് എന്താണ് ഓട്ടപ്പന്തയം? ഗുരുവായൂരപ്പൻ നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്നു, നമ്മൾ പിടികൂടാതെ ഇങ്ങനെ ഓടി നടക്കുന്നു. പല ജന്മത്തിലും മത്സ്യമായി നമ്മൾ മീൻ അങ്ങനെ പല ജന്മം നമ്മൾ എടുക്കുന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഗുരുവായൂരപ്പനും മത്സ്യം കൂർമ്മം വരാഹങ്ങളായ അവതാരങ്ങൾ ചെയ്ത് എന്ത് ചെയ്തിട്ടും ഗുരുവായൂരപ്പനെ കൊണ്ട് നമ്മളെ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മിടുക്കന്മാരാണ്. എന്താ, ഇതുവരെ ഇവിടെ ഉണ്ടല്ലോ. ഗുരുവായൂരപ്പൻ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ജന്മം ഇല്ലല്ലോ. പല ജന്മമായിട്ട് നമ്മൾ പിടിക്കാൻ ശ്രമിച്ചിട്ട് ഗുരുവായൂരപ്പനക്ക് പിടിക്കാൻ പറ്റാതായപ്പോഴാണ് ഒരു സൂത്രം ചെയ്യും. എന്താണ്? ചില പിടിക്കാൻ പറ്റാത്ത മീനുകൾ എന്ത് ചെയ്യും? അവർ വല ഇട്ട് പിടിക്കാറുണ്ട്. അതുപോലെ ഗുരുവായൂരപ്പൻ ചെയ്തു സത്സംഗം എന്ന പേരൊരു വല വീശി നമ്മളെ പിടിച്ചു. അപ്പോൾ എന്തായി? നമ്മൾ തോറ്റു, ഗുരുവായൂരപ്പൻ ജയിച്ചു. അതുകൊണ്ടാണ് ജിതന്തേ, ഗുരുവായൂരപ്പനക്ക് ജയം. ഈ ജയം കൊണ്ട് ആർക്കാണ് നന്മ? ആത്മവിദ്ധുയസ്വസ്തയേ, ജ്ഞാനികൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ. അങ്ങനെ ജ്ഞാനികൾക്ക് നന്മ ചെയ്യുന്ന ഭഗവാൻ ഇടയ്ക്ക് നമ്മളെപ്പോലെ അജ്ഞാനിമാർക്കും അനുഗ്രഹം ചെയ്യുന്നു. ആർത്തോ ജിജ്ഞാസു രക്ഷാർച്ചി ജ്ഞാനീച്ച ഭരതർഷഭ. ജ്ഞാനികൾക്ക് അനുഗ്രഹിക്കുന്ന ഭഗവാൻ നമ്മളെപ്പോലെ ഒരു പണം മേടിക്കാനും ദുഃഖം മാറാനും ഇങ്ങനെ വരുന്ന നമ്മളെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാദ്ധം. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നാലേ നമുക്ക് മനസ്സമൃദ്ധിയാവുള്ളൂ. ഋദ്ധിയുള്ള അടുത്ത് ചെല്ലുമ്പോഴാണ്, ഋദ്ധ് പറഞ്ഞാൽ രാധ സമൃദ്ധം, രാധയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരപ്പൻ. ഫ്ലാദിനി ശക്തി, അതാണ് രാധാദേവി. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ശക്തി ഗുരുവായൂരപ്പൻ്റെ ശക്തി ഉണ്ടല്ലോ, അതാണ് രാധ. ആ രാധയോടെ ഇരിക്കുന്ന രാധാസഹായം അതിസുന്ദര മന്ദഹാസം ഭവതാരാധസാരാദ്ധം സർവസ്മൈ ആത്മനേ നമഃ. അങ്ങനെ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ. ചതുർവ്യൂഹമൂർത്തിയായിട്ട് പറയുന്നു. സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തത്തിൻ്റെ അന്തരേന്ദ്രിയങ്ങളുടെ അഭിമാനി ദേവതകളായ നിന്നെ നമസ്കരിക്കുന്നു. ഈ അഭിമാനി ദേവതകളുടെ അമ്പലമൊക്കെ അവിടെ തമിഴ്നാട്ടിലുണ്ട്. നാച്ചിയാർ കോവിൽ എന്നൊരു സ്ഥലമുണ്ട്.
അവിടെ ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ കൽഗരുഡനാണ്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും മരം കൊണ്ട് ഒരു ഗരുഡ വിഗ്രഹം ഉണ്ടാവും. അതിൻ്റെ പുറത്ത് ഭഗവാനെ എഴുന്നേൽപ്പിച്ച് ഗരുഡ വാഹനത്തിൽ പുറപ്പാട് ചെയ്യും. അവിടെ ഇരിക്കുന്ന ഗരുഡൻ കൽഗരുഡനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു അത്ഭുതമാണ്. ആദ്യം 4 പേരെടുക്കും, പിന്നെ വെയിറ്റ് കൂടും, അപ്പോൾ 8 പേരെടുക്കും. കുറച്ചുകൂടി വെയിറ്റ് കൂടുമ്പോൾ 16 പേരെടുക്കും. 16 പേരെടുക്കുമ്പോൾ പിന്നെ കുറച്ച് വെയിറ്റ് കൂടുതൽ 32 ആവും. 32 പിന്നെ 64. ഇങ്ങനെ വെയിറ്റ് കൂടി വരും. ചെറിയ ഉള്ളിൽ നിന്നും എടുക്കുമ്പോൾ 4 പേരെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് പുറത്ത് എടുത്ത് വരുമ്പോൾ വെയിറ്റ് കൂടി പോകും. പുറപ്പാട് നടന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കുറച്ച് ഉള്ളിലാക്കും. അങ്ങനെ ഭഗവാനെ ആ ഗരുഡനെ എഴുന്നേച്ച് വച്ചാൽ തന്നെ അങ്ങനെ വിയർക്കുന്ന ആ ഗരുഡൻ്റെ ഭഗവാനക്ക് വിയർക്കുവോ ചോദിച്ചാൽ അത് അത്ഭുതം. ആ കൽഗരുഡൻ്റെ ശരീരത്തിൽ വിയർക്കുന്നത് നമുക്ക് കാണാം. ആ ക്ഷേത്രത്തിലാണ് ഈ 4 രൂപത്തിൽ ഭഗവാൻ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ 4 വ്യൂഹമൂർത്തിയായിട്ട് ആ ഭഗവാൻ നമുക്ക് കാണാം. കുംഭകോണം അവിടെ വന്നാൽ ആ ക്ഷേത്രം കാണാൻ പറ്റും. അങ്ങനെ ചതുർവ്യൂഹമൂർത്തിയായി ഭഗവാൻ സ്തുതിക്കുന്നു. പിന്നെ ഭഗവാന്റെ പല രൂപങ്ങളെ ഭഗവാൻ ധർമ്മത്തിൻ്റെ രൂപമായും അധർമ്മത്തിൻ്റെ രൂപമായും അഗ്നിയായും കാറ്റായും എല്ലാ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചിട്ട് അവസാനം പറയുന്നു, ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം ദർശനം കൊടുക്കുന്ന രൂപമാണ് ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം. ദർശനം നോ ദിദിക്ഷൂണാം ദേവി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാന സർവേന്ദ്രിയ ഗുണാഞ്ജനം. പണ്ടൊക്കെ കണ്ണ് മഷിയിടാറാണ്. എന്താ കാരണം? ചൂട് കൂടാകുമ്പോൾ ഈ അഞ്ജനം ഇട്ട് കഴിഞ്ഞാൽ ചൂട് പറയും. അത് കണ്ണു വേണ്ടി ചെയ്യാറുണ്ട് പണ്ടത്തെ. അതുപോലെ സർവ ഇന്ദ്രിയ ഗുണാഞ്ജനം, ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഒരു അഞ്ജനം പോലെയാണ്. ഈ ഗുരുവായൂരപ്പനെ കണ്ടാൽ നല്ല ഊർജം കിട്ടും. പിന്നെ ഭഗവാന്റെ രൂപം എങ്ങനെയാണ് പറയുന്നത്? സ്നിഗ്ധ പ്രാവൃഘണശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായത്തെ ചതുർബാഹം സുജാത രുചിരാനനം. ശ്യാമം പറഞ്ഞാൽ തന്നെ നീല കറുത്ത കളറാണ്. വെറുതെ ശ്യാമം പറഞ്ഞിട്ടില്ലേ? ഘനശ്യാമം, ഘണം പറഞ്ഞാൽ നല്ല വെള്ളത്തോടിരിക്കുന്ന മേഘത്തിൻ്റെ പേരാണ് ഘണം. കാരണം ഘനം പറഞ്ഞാൽ ഘനമായ ഘനീഭൂതമായ മേഘം. പ്രാവൃഘണശ്യാമം, മഴക്കാലത്ത് മേഘമുണ്ടല്ലോ, കാർ മേഘം, അതുപോലെയാണ് പ്രാവൃഘണശ്യാമം. അത് പറഞ്ഞാലും പോരാത്തതാണ്. സ്നിഗ്ധ പ്രാവൃഘണശ്യാമം, അപ്പോൾ മഴ പെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന മേഘം എങ്ങനെയാണോ അതുപോലെയാണ്. തത്തേ പ്രത്യഗ്രധാരാധര ലളിതൻ പറയുന്നുണ്ടല്ലോ ഭട്ടത്രി. ഇതിൻ്റെ വ്യാഖ്യാനം ഇതിൽ എന്താ പറഞ്ഞു അത് അങ്ങനെ തന്നെ പറഞ്ഞു. സ്നിഗ്ധ, അപ്പോൾ മഴ പെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന മേഘത്തിൻ്റെ രൂപം എങ്ങനെയാണോ അതുപോലെയാണ് ഗുരുവായൂരപ്പൻ. തത്തേ പ്രത്യഗ്രധാരാധര, ധാര പറഞ്ഞാൽ ധാരയെ ധരിക്കുന്ന ലളിതം വർണ്ണിക്കുന്നു. സർവസൗന്ദര്യ സംഗ്രഹം, എല്ലാ സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ഗുരുവായൂരപ്പൻ്റെ ആ സൗന്ദര്യം. ചാർവായത ചതുർബാഹും സുജാത രുചിരാനനം. ഇവിടെ നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ പല്ല് എങ്ങനെയാണ്. ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ലേ? സുദ്വിജം സുകപോലാസ്യം, നല്ല സുന്ദരമായ പല്ലുകൾ. സുന്ദരം അതിസുന്ദരം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഭഗവാന്റെ വക്ഷസ്ഥലം എങ്ങനെയാണ് വർണ്ണിക്കുന്നു? ശ്രിയ അണപായിന്യ ക്ഷിപ്ത നികഷാസ്മോരസോല്ലസത്. മഹാലക്ഷ്മി സുവർണ കളറാണ്. ആ മഹാലക്ഷ്മിയാകുന്ന സുവർണം നല്ല സുവർണമാണോ നോക്കാൻ, തട്ടാൻ ഗോൾഡ് സ്മിത്ത് എന്ത് ചെയ്യും? കയ്യിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും. അതിനെ ഉറച്ച് നോക്കും, ഇത് നല്ല സുവർണമാണോ. ചില തട്ടാന്മാർ അത് തേച്ചതിന് പകുതി കുറയും ഈ സുവർണം. ഈ ലക്ഷ്മിയാകുന്ന സുവർണം നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടി തേക്കാനുള്ള കല്ല് പോലെയാണ് ഭഗവാന്റെ ആ മാരിടം. സ്ത്രീയാ അണപായിന്യാക്ഷിപ്ത നികഷാസ്മോ, നികഷ പറഞ്ഞാൽ ഉറകല്ലാണ്. ഉറയ്ക്കുന്ന കല്ല് പോലെയാണ് മഹാലക്ഷ്മി, ഉറയ്ക്കുന്ന കല്ല് പോലെയാണ് ഭഗവാന്റെ മാരിടം. അങ്ങനെ മഹാലക്ഷ്മി ഭഗവാന്റെ മാരിടത്തിരിക്കുന്നു. അംഗം ഹരേഹേ പുളകഭൂഷണം ആശ്രയന്തി. ശങ്കരാചാര്യൻ തന്നെ എടുത്ത് പറയുന്നു.
പിന്നെ ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ചു. പിന്നെ ഭഗവാനോട് എന്താണ് വരം മേടിക്കണം അതുകൂടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ക്ഷണാർദ്ധേനാപി തുലയേ ന സ്വർഗം നാ പുനർഭവം ഭഗവത് സംഗി സംഗസ്യേ മർത്യാനാം കിമുദാശിഷഃ. അരക്ഷണം സത്സംഗത്തിൽ എന്താണ് സുഖം, അത് സ്വർഗത്തിൽ പോലും ഇല്ലേ. സ്വർഗത്തിൽ മാത്രമല്ലേ, അപുനർഭവം വൈകുണ്ഠത്തിൽ പോലും ഇല്ലേ പറയുന്നു. സ്വർഗേ സത്യേച്ച കൈലാസേ വൈകുണ്ഠേ നാസ്തി അയം രസഃ എന്ന മഹാത്മ്യത്തിൽ പറയുന്നു. ഇത് പറയേണ്ടത് ആളാണ്, മഹാദേവനാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ സ്വർഗം പോയിട്ടില്ല, വൈകുണ്ഠം പോയിട്ടില്ല, എല്ലാ ദിക്കിലും പോയ ആളാണ് മഹാദേവൻ. പറയുന്നു സ്വർഗത്തിലും ഈ സത്സംഗത്തിൻ്റെ അനുഭവം ഇല്ലേ, വൈകുണ്ഠത്തിൽ പോലും ഇല്ലേ. അതുകൊണ്ട് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? സത്സംഗം തരണേ പ്രാർത്ഥിച്ചോളൂ. ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. സജ്ജനങ്ങൾ എങ്ങനെ ഇരിക്കും അത് ഇവിടെ വർണ്ണിക്കണം. അഥാനഗാംഘ്രേസ്തവ കീർത്തിതീർത്ഥയോഃ അന്തർബഹിസ്നാനവിധൂതപത്മനാം ഭൂതേഷ്വനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമഃ അനുഗ്രഹയേഷണസ്തവ. ഗുരുവായൂരപ്പൻ്റെ ശരിയായ അനുഗ്രഹം ഇവിടെയാണ് വർണ്ണിക്കുന്നു ഈ 58ാമത്തെ ശ്ലോകത്തിൽ. ഈ പ്രാർത്ഥന ഭഗവാനോട് വെച്ചാൽ മതി. മഹാത്മാക്കൾ 2 സ്നാനത്തെയും അന്തർബഹിസ്നാനം, ബഹിസ്നാനം ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗയിൽ മുങ്ങിക്കുളിക്കും. അന്തസ്നാനം ഗുരുവായൂരപ്പൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കഥ പാടുന്നു. ഗുരുവായൂരപ്പൻ്റെ കഥ ഭാഗവതമാകുന്ന ഗംഗ, ഗംഗാ ഭാഗവതി കഥ. ഈ ഭാഗവതം ഒരു ഗംഗയാണ്. ഈ ഭാഗവതം വായിക്കുന്നത്, ഭാഗവതം ചിന്തിക്കുന്നത്, ഇതൊക്കെ അന്തസ്നാനം. ഭഗവാന്റെ പാദതീർത്ഥമായ സാലഗ്രാമതീർത്ഥം അതൊക്കെ തിരിക്കുന്നത് ബഹിസ്നാനം. അന്തർബഹിസ്നാന വിധൂത പാപ്മനാം ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും അണുക്രോശം ദയ കാണിക്കുന്ന അങ്ങനെയുള്ള സത്സംഗം, അങ്ങനെ ഉള്ള സജ്ജനങ്ങളുടെ സംഘം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അത് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഈ ഉപദേശം കൊടുത്ത മഹാദേവൻ ഇത് ജപിച്ചോളൂ പറഞ്ഞ് പുറപ്പെട്ടു. ഇതം ജപത ഭദ്രം വഹ വിശുദ്ധാനുപനന്ദനാഹ. ഈ ഉദ്രഗിരി ജപിക്കണം പറഞ്ഞിട്ട് ബാക്കി ധർമ്മമൊക്കെ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ സ്വധർമ്മം എന്താണോ, സന്ധ്യാവനാദി കർമ്മങ്ങൾ അതൊക്കെ ചെയ്യണം. സ്വധർമ്മം അനുതിഷ്ഠന്തഃ ഭഗവതി അർപ്പിതാശയ. ആ കർമ്മങ്ങൾ എന്ത് ചെയ്താലും നാരായണായേതി സമർപ്പയാമി, ഗുരുവായൂരപ്പനക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് ചെയ്തോളൂ. നിങ്ങൾക്ക് വേഗം നന്മ ഉണ്ടാവും. അചിരാത് ശ്രേയ ആപ്നോതി. ഏറ്റവും ശ്രേഷ്ഠം ശ്രേയസ് നമുക്ക് ജ്ഞാനമാണ്. ആ ജ്ഞാനം ഇതുകൊണ്ട് കിട്ടും. ജ്ഞാനനൗഹു വ്യസനാരണവം. ഈ ദുഃഖമാകുന്ന സമുദ്രത്തെ കടക്കാൻ ഒറ്റ ഒരു വഞ്ചിയേ ഉള്ളൂ, ഒരു കപ്പലേ ഉള്ളൂ. അതെന്താണ്? ജ്ഞാനനൗഹു. ജ്ഞാനം ഉണ്ടായാലേ ദുഃഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പിന്നെ നമുക്ക് ദുഃഖത്തിന് പരിഹാരമായിട്ട് പ്രത്യേക ഹോമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. ആ പ്രായശ്ചിത്ത ഹോമങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ പറയുന്നുണ്ട് കുറഞ്ഞ ഉപാഖ്യാനത്തിൽ. യഥാഹി പുരുഷോഭാരം ശിരശാ ഗുരുമുദ്വഹൻ. തലയിൽ ഒരു ചാക്ക് അരി കൊണ്ടുപോയ ആൾക്ക് തല വേദനിച്ചപ്പോൾ എന്തായി, അതെടുത്ത് തോളിൽ മാറ്റി വെച്ചു. അപ്പോൾ ഒരു സമാധാനം ആവും, തലവേദന കുറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താവും, തോള് വേദനിക്കും, പിന്നെ തോളിൽ തലയിൽ മാറ്റും. അതുപോലെയാണ് നമ്മുടെ പരിഹാര കർമ്മങ്ങളൊക്കെ. ശരിയായ ദുഃഖത്തിൻ്റെ പരിഹാരം ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നിവിടെ ഉപദേശിക്കുന്നു. അങ്ങനെ ഇത് ജപിച്ചാൽ മതി. രാവിലെ കർമ്മബന്ധനത്തിൽ നിന്നും ഇതം യഃ കല്യ ഉത്സായ പ്രാഞ്ജലി ശ്രദ്ധയാന്വിതഃ ശൃണുയാത്സാവയേൻ മർത്യോ മുച്യതേ കർമ്മബന്ധനൈഃ. കർമ്മബന്ധങ്ങളിൽ നിന്നും വിമോചനം ഉണ്ടാകും. പിന്നെ അവസാനം അത്യാവശ്യം ആർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതും കൂടി ഇതുകൊണ്ട് സാധിക്കാം. തഥ ആപ്സ്യത ഈപ്സിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രുദ്രഗീതം ഇവിടെ സമർപ്പിക്കുന്നു. നമുക്ക് നിർത്തേണ്ട സമയമായി. അപ്പോൾ നിർത്തിയിട്ട് വീണ്ടും അരമണിക്ക് ശേഷം വായിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥം
സങ്കീർത്തനം ഗോവിന്ദ മഹാരാജ് രാധേശ്യാം.